Again, welcome to another class on plus 2 zoology. The second part is about the female reproductive system. Okay, the previous episode we discussed about the male reproductive system. Just like in females, human females, the female reproductive system is composed of 4 different subheadings. Okay, in case of human females, the reproductive system is present on the lower pelvic region. Various components of the female reproductive system help for various reproductive processes like ovulation, then fertilization, then implantation, then the gestation, childbirth, child care, etc. ഹ്യൂമൻ ബീയിങ്സിലെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഹ്യൂമൻ ഫീമെയിലിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ പുരുഷന്മാരിലേതുപോലെ തന്നെ ലോവർ അബ്ഡോമിനൽ ആയിട്ടാണ് ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതിലുള്ള പ്രധാനമായിട്ടുള്ള 4 ഭാഗങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻ കേസ് ഓഫ് females, the primary sex organ, a pair of ovaries. Okay, then accessory ducts are present, then also there is accessory glands, and finally the external genitalia. External visible region of the female reproductive system is called external genitalia, and for these 4 headings coming under the female reproductive system. So first of all, we have to discuss about the first component, that is a pair of ovaries. Here a pair of ovaries are acting as the primary sex organ. Okay, and what about the other peculiar features of ovaries? The major function of a pair of ovary, the production of ovum. നമുക്കറിയാം, ഫീമെയിൽ ഗമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓവറിയുടെ ഫംഗ്ഷൻ. ഓക്കെ, in addition to the production of ovum, the ovaries also produce certain hormones, some steroid hormone like estrogen and progesterone. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ കൂടി ഓവറിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി നോക്കുക, എവിടെയാണ് ഓവറി കാണപ്പെടുന്നത്? ഫീമെയിൽ ബോഡിയുടെ ലോവർ അബ്ഡോമൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഓവറി പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ഓരോ ജോഡി ഓവറി പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓവറിയെ സ്വാഭാവികമായിട്ട് യൂട്ടറസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ യൂട്ടറസുമായിട്ടും അതുപോലെ തന്നെ ബോഡി വാളുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബൈ യൂസിങ് സർട്ടൈൻ ലിഗമെൻറ്റ്സ്. ഓക്കെ, ലിഗമെൻറ്റുകൾ കൊണ്ട് ജോയിൻ ചെയ്തുകൊണ്ടാണ് കാണപ്പെടുന്നത്. ഇനി അപ്രോക്സിമേറ്റ് നമ്മൾ ഓവറിയുടെ ഒരു സൈസ് എത്രയാണ് പറയുന്നത് എന്നുള്ളത് നോക്കുക. ഏതാണ്ട് 2 to 4 സെൻറ്റിമീറ്റർ മാത്രമാണ് ഹ്യൂമൻ ഫീമെയിൽ ഓവറിയുടെ സൈസായിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ടെസ്റ്റിസിൻ്റെ സൈസ് പഠിച്ചിരുന്നു അല്ലേ? ഏതാണ്ട് അത് 4 മുതൽ 5 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ ഫീമെയിലിൻ്റെ ഓവറിയുടെ ഒരു സൈസ് എന്ന് പറയുന്നത് 2 to 4 സെൻറ്റിമീറ്റർ മാത്രമാണ്. ഓക്കെ, ഓവറിയുടെ ഉൾഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു പ്രത്യേകമായിട്ടുള്ള മെംബ്രെയിൻ കൊണ്ട് എൻഷീറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന അതിൻ്റെ ഇൻറ്റേർണൽ മാസിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത്. ആ സ്ട്രോമ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഔട്ടർ പോർഷൻ ഈസ് ടേംഡ് ആസ് called cortex and the inner region is called medulla. Okay, so these are the major points somewhat related with the ovaries. Female reproductive system inde ഏറ്റവും പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഓർഗൻ ആണ് ഓവറി, എ പെയർ ഓഫ് ഓവറീസ്. നെക്സ്റ്റ് അബൌട്ട് ദി ആക്സസറി ഡക്റ്റ്. ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന മേജർ passages. There are 4 different tubes are present associated with the female reproductive system. The first one is fallopian tube. Fallopian tube, otherwise it is called oviduct. As the name implies, oviduct means the tube which is responsible for the transport of ovum. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓവത്തെ കൊണ്ടുപോകുന്നതിനുള്ള ട്യൂബ് ആയതുകൊണ്ടാണ് അതിനെ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് ആൾസോ കാൾഡ് ഫലോപ്പിയൻ ട്യൂബ്. ഓക്കെ, then next one is the uterus. Uterus, ഗർഭാശയം. ഓക്കെ, യൂട്ടറസ്. ആൻഡ് യൂട്ടറസിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന the neck region of the uterus is called cervix.
and below the cervix the muscular tubular region is called vagina. Vagina is the last portion of the accessory female reproductive accessory duct. Okay, then what about the oviduct? Oviduct എന്ന് പറയുമ്പോൾ നമുക്കറിയാം oviduct ഓവറിയുടെ രണ്ട് ഓവറിയുടെയും വശങ്ങളിൽ നിന്നായിട്ടാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓവിഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവറിയിൽ നിന്ന് ഓരോ റീപ്രൊഡക്റ്റീവ് മന്തിലുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓവത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഓവത്തെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി സഹായിക്കുന്ന പ്രത്യേകമായ സ്ട്രക്ചറുകൾ ഓവിഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ട് ഓവറിയുടെയും സമീപത്തായിട്ട് ഓവത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാണപ്പെടുന്ന ഒരു ട്രയാങ്കുലർ റീജിയൻ ഉണ്ട്. ദാറ്റ് റീജിയൻ ഈസ് കാൾഡ് ഇൻഫണ്ടിബുലം എന്നാണ് വിളിക്കുക. ഓക്കെ, ഇൻഫണ്ടിബുലം. ആ ഇൻഫണ്ടിബുലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാവിങ് certain finger-like projections, and that finger-like projections are termed as fimbriae. അതിനെയാണ് ഫിംബ്രിയെ എന്ന പേരിൽ വിളിക്കുന്നത്. So the infundibulum or the funnel-like portion, infundibulum, along with this fimbriae helps for the collection of ovum which is produced from ovary. Okay, ovulation സമയത്ത് ഓവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓവത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇൻഫണ്ടിബുലം ആൻഡ് ഇറ്റ്സ് ഫിംബ്രിയെ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ആ റീജിയനിൽ നിന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്ന ട്യൂബിനെയാണ് നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ആ ഫലോപ്പിയൻ ട്യൂബിൻ്റെ നെക്സ്റ്റ് റീജിയൻ ബൾജഡ് റീജിയൻ ഉണ്ട്. ആ ബൾജഡ് റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്യുള എന്ന പേരിൽ വിളിക്കും. അറ്റ് ദ അപ്പർ റീജിയൻ ദർ ഇസ് എ ബൾജഡ് പോർഷൻ കാൾഡ് ആംപ്യുള. ആംപ്യുള കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് പിന്നെ ഈ ഫലോപ്പിയൻ ട്യൂബ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഓവിഡക്റ്റ് സഞ്ചരിക്കുന്നത്. ആ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇസ്തമസ്. ഓക്കെ, ഇസ്തമസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും റീജിയൻസ് ഫലോപ്പിയൻ ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കി വെക്കണം. ആംപ്യുള ഇസ് ദ ബൾജ്ഡ് പോർഷൻ ഓഫ് ദി ഫലോപ്പിയൻ ട്യൂബ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ട്രാൻസ്വേഴ്സ് റീജിയൻ ഈസ് കാൾഡ് ഇസ്തമസ്. ഇത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫെർട്ടിലൈസേഷൻ പഠിക്കും. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള റീജിയനാണ് ഈ ആംപ്യുള്ളയുടെയും ഇസ്തമസിൻ്റെയും ജംഗ്ഷൻ. ഓക്കെ, ഇസ്തമിക് ആംപ്യുള്ളറി ജംഗ്ഷൻ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന റീജിയൻ വിച്ച് ഇസ് ദ സ്പെഷ്യലൈസ്ഡ് റീജിയൻ വേർ ദ ഫെർട്ടിലൈസേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, അപ്പോൾ അത്രയും പോർഷൻസ് ഫലോപ്പിയൻ ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണപ്പെടുന്നുണ്ട്. ആൻഡ് ദിസ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫലോപ്പിയൻ ട്യൂബ് ബിക്കം 10 to 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇൻ ലെങ്ത് ഏതാണ്ട് ഒരു 12 സെൻറ്റിമീറ്റർ ലെങ്ത്ത് മാത്രമാണ് ഈ ഒരു ഫലോപ്പിയൻ ട്യൂബിൻ്റേതായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ബോത്ത് ദീസ് ഫലോപ്പിയൻ ട്യൂബ്സ് ആർ ഓപ്പണിംഗ് ഇൻ ടു എ പർട്ടിക്കുലർ റീജിയൻ ദാറ്റ് ഈസ് ദ യൂട്ടറസ്. ഓക്കെ, യൂട്ടറസ് അതർവൈസ് കാൾഡ് വോംബ്. ഓക്കെ, വോംബ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. യൂട്ടറസിലേക്കാണ് ഫലോപ്പിയൻ ട്യൂബ് തുറക്കുന്നത്. യൂട്ടറസിനെ കുറിച്ച് നമുക്കറിയാം. ഓക്കെ, യൂട്ടറസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീജിയൻ ആസ് ഫാർ ആസ് ദി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഈസ് കൺസേൺഡ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം എംബ്രിയോ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, ഇംപ്ലാന്റ് ചെയ്യുന്നത് യൂട്ടറസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്ടറൈൻ റീജിയൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇനി ആ യൂട്ടറസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് സ്ട്രക്ചറുകളുള്ളത് നമുക്ക് പഠിക്കണം. ഓക്കെ, യൂട്ടറസിന് 3 പ്രധാനമായിട്ടുള്ള ലെയറുകളായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഔട്ടർ മോസ്റ്റ് റീജിയൻ ഈസ് കാൾഡ് പെരിമെട്രിയം. ഓക്കെ, പെരിമെട്രിയം. മിഡിൽ ലെയർ ഈസ് കാൾഡ് മയോമെട്രിയം. ദെൻ ഇന്നർ റീജിയൻ ഈസ് കാൾഡ്, ഇന്നർ ലെയർ ഈസ് കാൾഡ് എൻഡോമെട്രിയം. ഓക്കെ, ഈ 3 ലെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ടർ അതായത് ഇതിനെ കവർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന യൂട്ടറസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് കാൾഡ് പെരിമെട്രിയം. പെരിഫറൽ റീജിയനിൽ കാണപ്പെടുന്ന ലെയറാണ്. പിന്നെ മിഡിൽ ലെയർ മയോമെട്രിയം. ദ മയോ വേർഡ് ഈസ് റിലേറ്റഡ് വിത്ത് വെരി ഗുഡ് മസിൽസ്. ഓക്കെ, സ്മൂത്ത് മസിൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലെയറാണ് മയോമെട്രിയം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന എൻഡോമെട്രിയം, വെരി ഇമ്പോർട്ടൻ്റ് വൺ. ഡെലിക്കേറ്റ് ആയിട്ടുള്ള സെല്ലുകളെ കൊണ്ട് രൂപപ്പെട്ടു വരുന്ന റീജിയനാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയൽ ലെയറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമുള്ള എംബ്രിയോ വന്ന് അറ്റാച്ച്മെൻറ്റ് നടത്തുന്നത്. എൻഡോമെട്രിയൽ ലൈനിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് വോംബിനെ
യൂട്രസിനെ ലൈൻ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ലെയർ ആയതുകൊണ്ടാണ് എൻഡോമെട്രിയൽ ലൈനിങ് എന്ന പേരിൽ വിളിക്കുന്നത്. സോ ദീസ് ആർ ദ 3 layers, different layers of female uterus. Okay, and below the uterus there is a neck region is called cervix. Okay, lower part ആണ് cervix. സെർവിക്സിന് ശേഷമുള്ള ആ ട്യൂബിനെയാണ്, താഴേക്കുള്ള ട്യൂബിനെയാണ്, എക്സ്റ്റേണൽ ഓപ്പണിംഗ് വരെയുള്ള ആ ട്യൂബിനെയാണ് നമ്മൾ വജൈന എന്ന പേരിൽ വിളിക്കുന്നത്. ഈ സെർവിക്സും വജൈനയും കൂടിച്ചേർന്നുകൊണ്ടാണ് നമ്മളതിനെ ബേർത്ത് കനാൽ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആക്സസറി ഡക്റ്റുകൾ, ഫീമെയിൽ ആക്സസറി ഡക്റ്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഭാഗങ്ങൾ. റൈറ്റ്, നെക്സ്റ്റ് ദി external genitalia. External genitalia means the visible regions of female reproductive system. Okay, there are 5 different structures are associated with the external genitalia. Mons pubis, terms ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. Mons pubis, labia majora, labia minora, clitoris and hymen. Okay, ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ mons pubis. Mons pubis is a cushion of fatty tissue covered by skin and pubic hairs. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു എക്സ്റ്റേണൽ റീജിയനാണ് നമ്മൾ മോൺസ് പ്യൂബിസ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ലേബിയ മെജോറ. ലേബിയ മെജോറ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിലുള്ള എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള സ്കിൻ ഫോൾഡുകളാണ്. ജസ്റ്റ് ബിനീത്ത് ടു ദി ലേബിയ മെജോറ ദർ ഇസ് അനദർ പെയർ ഓഫ് somewhat small skin folds which are known as labia minora. ഓക്കെ, ലേബിയ മൈനോറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്ന് വരുന്നത് ക്ലൈറ്റോറിസ്. ക്ലൈറ്റോറിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലേബിയ മെജോറയുടെ കണക്ഷൻ റീജിയനിൽ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് കാണപ്പെടുന്ന എ സ്മോൾ സ്ട്രക്ചർ വിച്ച് ഹാവിങ് ഇറക്റ്റൈൽ കപ്പാസിറ്റി. ഓക്കെ, സെൻസേഷൻ വരുന്ന സമയത്ത് ഇറക്റ്റ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി ഉള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അതിനെയാണ് നമ്മൾ ക്ലൈറ്റോറിസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് അനാലോഗസ് ടു പെനിസ് ഓഫ് ദി ഹ്യൂമൻ മെയിൽ. ഈ വജൈനൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് അതിനെ ക്ലോസ് ചെയ്തുകൊണ്ട്, പാർട്ടിലി ക്ലോസ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന അനദർ മെംബ്രൈനസ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹൈമൻ എന്ന പേരിൽ വിളിക്കുന്നത്. മലയാളത്തിൽ നമ്മളതിനെ കന്യാചർമ്മം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഹൈമൻ. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സാധാരണ എക്സാമിനേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. The intact hymen is not a sign of virginity. Do you agree with this എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഹൈമൻ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും ഈ വിർജിനിറ്റിയുടെ ഒരു സൂചകമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് ഇൻടാക്റ്റ് ഹൈമൻ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാത്തൊരു ഹൈമൻ വിർജിനിറ്റിയുടെ എന്തല്ല, ഒരു ലക്ഷണമല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഇൻ സർട്ടൻ കണ്ടീഷൻസ് ആഫ്റ്റർ സെക്സ്വൽ ഇൻ്റർകോഴ്സ് ദ ഹൈമൻ മേ ബിക്കം ഇൻടാക്റ്റ്. ഓക്കെ, ഹൈമന് യാതൊരു തകരാറ് വരാത്ത കേസുകളുണ്ട്. അതുപോലെ തന്നെ സെക്സ്വൽ ഇൻ്റർകോഴ്സ് നടക്കാതെ തന്നെ ഓക്കെ ഈ ഹൈമന് പല രീതിയിലുള്ള ബ്രേക്കേജ് സാധാരണ സംഭവിക്കാറുണ്ട് പല സമയങ്ങളിൽ. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് ഡ്യൂറിങ് സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഹോഴ്സ് റൈഡിങ് നടത്തുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, അതുപോലെ ജിംനാസ്റ്റിക് പോലെയുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന സമയത്ത്, പിന്നെ അതുപോലെ ഫോൾ ഒക്കെ വരുന്ന സമയത്ത്, വീഴ്ചയൊക്കെ സംഭവിക്കുന്ന സമയത്ത്, അതുപോലെ വജൈനൽ ടാമ്പൺ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സർജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പല സന്ദർഭങ്ങളിൽ, പല സിറ്റുവേഷൻസിൽ ദ ഹൈമൻ മേ ബി ബ്രോക്കൺ. തന്നെ ഇൻടാക്റ്റ് ആയിട്ടുള്ള ഹൈമൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു വിർജിനിറ്റിയുടെ, കന്യകാത്വത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആക്സസറി ഗ്ലാൻഡുകളാണ് പഠിക്കുന്നത്. ഫീമെയിലിലെ ആക്സസറി ഗ്ലാൻഡുകളായിട്ട് നമ്മൾ പറയുന്നത് മാമറി ഗ്ലാൻഡുകളാണ്. ഓക്കെ, മാമറി ഗ്ലാൻഡ് നമുക്കറിയാം ഫീമെയിലിലെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഗ്ലാൻഡുകളാണ് മാമറി ഗ്ലാൻഡുകൾ. ബിക്കോസ് വി ആർ കമ്മിങ് അണ്ടർ മമേലിയ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദീസ് സ്പെഷ്യലൈസ്ഡ് മാമറി ഗ്ലാൻഡ്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാമറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ബ്രസ്റ്റ്, എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ് പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഈച്ച് ബ്രസ്റ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സർട്ടൻ ഗ്ലാൻഡുലാർ ടിഷ്യൂ ആൻഡ് ഫാറ്റി ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ഫാറ്റി ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂസാണ് ആക്ച്വലി ബ്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ അതിന് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ ഉണ്ട്, ഫോർമേഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക്,
അല്ലേ? അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമുക്കറിയാം. അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള ഗ്ലാൻഡുകളാണ് മാമറി ഗ്ലാൻഡുകൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ദ ഗ്ലാൻഡുലർ റീജിയൻ ഓഫ് ദി മാമറി ഗ്ലാൻഡ് ഈസ് ഹാവിങ് അബൌട്ട് 15 to 20 മാമറി ലോബ്. ഓക്കെ, മാമറി ലോബുകളായിട്ട് കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഈച്ച് മാമറി ലോബ് ഹാവിങ് എ ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഒരുപാട് സെല്ലുകളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് മാമറി ലോബുകൾ കാണപ്പെടുന്നത്. ആൻഡ് ദീസ് സെൽസ് ആർ കാൾഡ് ആൽവിയോലൈ. ഓക്കെ, ആൻഡ് ദീസ് ആൽവിയോലൈ ആർ responsible for the production of milk, and the produced milk is stored inside the lumen of the alveoli. ഓക്കെ, ഇനി നോക്കുക, ഈ ആൽവിയോലയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മിൽക്ക് പിന്നീട് സഞ്ചരിക്കുന്നത് ആൽവിയോലയ്ക്ക് ശേഷം ആൽവിയോലൈ ഈസ് ലീഡ് ഇൻ ടു എ ട്യൂബ് കാൾഡ് മാമറി ട്യൂബ്യൂൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് മാമറി ട്യൂബ്യൂൾ. ഓക്കെ, മാമറി ട്യൂബ്യൂളിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈച്ച് ആൽവിയോലൈ. ഓക്കെ, ആൻഡ് ദീസ് മാമറി ട്യൂബ്യൂൾസ് ഓപ്പൺ ഇൻ ടു മാമറി ഡക്റ്റ്. ഓക്കെ, മാമറി ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഈ മാമറി ഡക്റ്റിന് ശേഷം അല്ലെങ്കിൽ ഈ മാമറി ഡക്റ്റ് ഹാവിങ് സർട്ടൻ ബൾജ്ഡ് പോർഷൻസ്, ആൻഡ് ദാറ്റ് ബൾജ്ഡ് പോർഷൻ ആർ കാൾഡ് മാമറി ആംപ്യൂള. ഓക്കെ, മാമറി ആംപ്യൂള. അപ്പോൾ ഇത്തരം ആംപ്യൂളകളെല്ലാം കൂടി പിന്നീട് കോമൺ ആയിക്കൊണ്ട് ഒരു ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുക. ആൻഡ് ദാറ്റ് ഡക്റ്റ് ഈസ് കാൾഡ് ലാക്റ്റിഫറസ് ഡക്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ലാക്റ്റിഫറസ് ഡക്റ്റ് എന്ന് പറയുന്ന ഒരു ലാർജ് ട്യൂബിലേക്ക് തുറക്കും. ആ ട്യൂബാണ് പിന്നെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിലേക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് മിൽക്കിൻ്റെ സെക്രീഷനെ എളുപ്പമാക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് സ്ട്രക്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് മാമറി ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ മാമറി ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഹാവിങ് ഫാറ്റി ടിഷ്യൂസ്, ആൻഡ് ഇൻസൈഡ് ദ ഫാറ്റി കവറിങ് ദ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ആർ പ്രസൻറ്റ്, ആൻഡ് ദ സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻഡുലാർ regions are called mammary lobes, which are composed of about a cluster of cells called alveoli, and alveoli opens into mammary tubule. Mammary tubule combine to form mammary duct, and this mammary duct having certain bulged portions called ampulla. Ampulla are opening into large lactiferous duct. Lactiferous duct lead into nipple of the mammary gland. ഓക്കെ, സോ ഇത്രയും ആണ് പ്രധാനമായിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള 4 പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ദ പ്രൈമറി സെക്സ് ഓർഗൻ, എ പെയർ ഓഫ് ഓവറി, ദെൻ ആക്സസറി ഡക്റ്റുകൾ, പിന്നെ ആക്സസറി ഗ്ലാൻഡായിട്ട് ഇപ്പോൾ നമ്മൾ മാമറി ഗ്ലാൻഡ് പഠിച്ചു, ദെൻ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, ആൻഡ് ഓൾ ദീസ് 4 കമ്പോണൻസ് ഫോംസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ.